ഇത് അതിനകത്ത് വാരിയിടണ ഒരു അതല്ലേ നീ പറയുന്ന പോലെ ഞാൻ ചെയ്യാടി. വേണ്ട, ഏട്ടൻ ഉണ്ടാക്കാൻ തുടങ്ങി കഴിഞ്ഞാലേ പിന്നെ വൈൻ ഉണ്ടാവില്ല. ഇത് മുഴുവൻ വായിലേക്ക് ആയിരിക്കും പോവാ. അവിടെ പോയിരുന്നേ, ചെല്ലി ഞാൻ ഉണ്ടാക്കോളാം. എനിക്കാണെങ്കിൽ ഇതിന്റെ കൂട്ടൊക്കെ കറക്റ്റ് അറിയാം. പിന്നെ നിനക്കറിയും. ഞാൻ എത്ര കാലമായിട്ട് ഉണ്ടാക്കുന്നതാ വീട്ടില്. നിങ്ങൾ എന്തിനാ ശരിക്കും വൈൻ ഉണ്ടാക്കണത്? കുടിക്കാൻ. കുടിക്കാനാന്ന് എനിക്കും അറിയാം. അല്ല, ക്രിസ്മസിന് ഇത്ര പ്രാധാന്യത്തോട് കൂടിയിട്ട് വീഞ്ഞുണ്ടാക്കണത് എന്തിനാണ്? അതോ, അത് പിന്നെ അപ്പുറത്ത് വീട്ടുകാരൊക്കെ ഉണ്ടാക്കും, അപ്പൊ നമ്മളും ഉണ്ടാക്കുക തന്നെ, ഇത്രേ ഉള്ളൂ. ഇനി ആ പഴയപ്പഴത്തിലിടുക. മുന്തിരി വയലിക്ക് പഴ എന്നാ എടുത്തേ, കഴിക്കാനായിരിക്കും. കാര്യമാണ്. അതെ, പിന്നെ വൈൻ ഉണ്ടാക്കുന്ന കാര്യം ഞാൻ അച്ഛനോട് വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. എന്തിന്? അച്ഛന് 2 ബോട്ടിൽ കൊടുക്കേട്ടാ. എന്താ കൊടുക്ക നിന്റെ അച്ഛന്? നിന്റെ അച്ഛന് വൈന്? എടി, കഴിഞ്ഞ പ്രാവശ്യം ഞാനൊരു അത്യാവശ്യമാണ്, എനിക്ക് ഇത്തിരി പൈസ വേണം അച്ഛാന്ന് ചെന്ന് പറഞ്ഞപ്പോ എന്താ അങ്ങനെ എന്റെ മുഖത്ത് നോക്കി പറഞ്ഞത്? തരില്ലാന്നോ? അല്ലേ? ആ അച്ഛന് ഞാൻ ഇവിടെ ഉണ്ടാക്കിയിട്ടുള്ള വൈന് കൊണ്ട് കൊടുക്കണമെന്ന്. അവൾക്ക് വൈന്, അതെ, ഇതിവിടെ ക്രിസ്മസിന് നമുക്ക് ഉണ്ടാക്കിയിട്ടുള്ള വൈൻ, അത് നമ്മൾ കുടിക്കും. ഇതിപ്പോ ഒരു 4-5 കുപ്പി ഉണ്ടാവും കേട്ടാ. ഉണ്ടായിക്കോട്ടെ, നിനക്ക് എന്തായാലും ഇത് പഞ്ചസാര ഇവിടെ ആവശ്യമില്ല. നീ വെള്ളം ഒഴിക്കണ്ടേ? വെള്ളം ലാസ്റ്റ് ഒഴിക്കും. ഇത് കാര്യം ചെയ്യാം, നമുക്കേ ഇത് അവിടെ എവിടെയും കുഴിച്ചിടാ നല്ലത്. എവിടെ? പറമ്പില്. ഇനി ഒന്നുമില്ല, ഒരു കിഴിയിലെ കുറച്ച് ഗോതമ്പ് കെട്ടിയിട്ട് ഇതിൽ ഇട്ടാ മതി. 21 ദിവസം കഴിയുമ്പോൾ നമ്മുടെ വൈനും സൂപ്പർ ആയിട്ടുണ്ടാവും. ഒരു കാര്യം ചെയ്തേ, ആ സ്റ്റോർ റൂമിലേ ഒരു വെള്ളത്തുണി വെച്ചിട്ട് ചേട്ടൻ പോയി എടുത്തിട്ട് വന്നേ. ശരി. ഹലോ, ഞാൻ ഇവിടെ ഇല്ലടാ, ഞാൻ ഗുണ്ടൽപേട്ടാണ്. ഗുണ്ടൽപേട്ട്. കാശാ ഇന്ന് തരണ്ട? വൈകിട്ടാ? നമുക്ക് വൈകിട്ട് കാണാം. അല്ലടാ, ഗുണ്ടൽപേട്ടല്ല, ഞാൻ ഇവിടെ നമ്മുടെ കുണ്ടുകാട് എന്ന് പറഞ്ഞ്. നമുക്ക് വൈകിട്ട് കാണാം. ഓക്കെ, ശരി, ഞാൻ വിളിക്കാം. രാഘവേട്ടാ, എന്തുടെ കാരണം നിങ്ങള്? എന്തേ? അല്ല, ഇത്രയൊക്കെ പ്രായമായിട്ട് നിങ്ങൾക്കൊരു കാര്യബോധം വന്നിട്ടില്ല? ഞാൻ അറിയാണ്ട് ചോദിക്കുക. എന്തേന്ന്? അല്ല, മൂത്രം വെച്ചോ. ഈ സിഗരറ്റ് ഇങ്ങനെ പുറത്തു നിന്നിട്ട് വലിക്കാൻ പാടില്ല, നിയമവിരുദ്ധല്ലേ ഇത്? ഇവിടെ ആരില്ലല്ലോ. ഇവിടെ ആരില്ലല്ലോ എന്നല്ല, നമ്മൾ ഈ അന്തരീക്ഷത്തിൽ എവിടെ ഇറങ്ങി ചെയ്താലും സാറ്റലൈറ്റ് എന്ന് പറഞ്ഞൊരു സംഗതി കേട്ടിട്ടുണ്ട് നിങ്ങള്? ഇതേമാതിരിയുള്ള നിയമവിരുദ്ധമായിട്ടുള്ള പരിപാടികൾ പുറത്തിറങ്ങിയിട്ട് ചെയ്താൽ സാറ്റലൈറ്റ് വന്ന് അത് പകർത്തി ഫോട്ടോ എടുത്ത് എത്തിക്കേണ്ടോർത്ത് എത്തിക്കും. ഇനിയുണ്ട കയ്യില്? ഓരോ പണികൾ കാണിക്കണതേ. അയ്യോ, ഇപ്പൊ എവിടെങ്കിലും കളയണ കണ്ടാ അത് അതിലും വലിയ പ്രശ്നമാണ്. മറ്റു വേറെ ഇതിന്റെ അത് വേണ്ടല്ലോ. ഇനിയിപ്പോ ഇത് കളയാം, എവിടെയും കളയാം. വലിക്കുന്നില്ല. ശരി.